കോൺഗ്രസ് ഇത്തവണയും ബീഹാറിൽ RJDക്കൊരു തലവേദനയായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 70 സീറ്റിലാണ് മത്സരിച്ചത്. എന്നിട്ട് ജയിക്കാൻ സാധിച്ചത് വെറും 19 സീറ്റിൽ. വെറും 27% കോൺഗ്രസിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2020 തെരഞ്ഞെടുപ്പിൽ ശരിക്കും RJD സഖ്യത്തിന്, അതായത് കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാസഖ്യത്തിന് അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. കാരണം 110 സീറ്റ് 243 അംഗ നിയമസഭയിൽ നേടാൻ മഹാസഖ്യത്തിന് സാധിച്ചിരുന്നു. ഭരണകക്ഷിയായ BJP JDU സഖ്യത്തിന് 125 ലഭിച്ചത്. കേവല ഭൂരിപക്ഷത്തിനേക്കാൾ അല്പം കൂടുതൽ സീറ്റാണ് ലഭിച്ചത്. പക്ഷേ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് 2020 മാറിയത് കോൺഗ്രസിൻ്റെ ഒരു ദുർബലതയായിരുന്നു. കാരണം കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ നേടിയിരുന്നെങ്കിൽ, ഒരു 20-30 സീറ്റ് കോൺഗ്രസ് കൂടുതൽ നേടിയിരുന്നെങ്കിൽ അധികാരം അന്ന് മഹാസഖ്യത്തിന് പിടിക്കാൻ സാധിക്കുമായിരുന്നു. കാരണം സ്ട്രൈക്ക് റേറ്റ് വെറും 27%. 70 സീറ്റുകളിൽ മത്സരിച്ച് വെറും 19 സീറ്റുകളിലാണ് കോൺഗ്രസ് ജയിച്ചത്. അപ്പോൾ അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്നത്. കാരണം RJDയെ സംബന്ധിച്ചൊരു വലിയ ബാധ്യത തന്നെയായിരിക്കും കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കോൺഗ്രസിന് ഇപ്പോൾ ബീഹാറിൽ സ്വന്തമായിട്ടൊരു വോട്ട് ബാങ്കോ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സപ്പോർട്ടോ ഇല്ല എന്നുള്ളതാണ്. റീജിയണൽ വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ വടക്കൻ ബീഹാറിലാണെങ്കിലും തെക്കൻ ബീഹാറിലാണെങ്കിലും ഒരു സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്ന ഒരു മേഖലയൊന്നും കോൺഗ്രസിനില്ല. 4-5 സ്ഥാനാർത്ഥികളെ ഒറ്റയ്ക്ക് വിജയിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. അതൊരു റിയാലിറ്റിയാണ്. 1995 ശേഷം ഇതുവരെ 30 സീറ്റിലധികം നേടാൻ കോൺഗ്രസിന് ബീഹാറിൽ സാധിച്ചിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൂടാതെ തന്നെ ഒറ്റയ്ക്കൊക്കെ മത്സരിച്ചപ്പോൾ 4-5 ആയിരുന്നു ഫിഗർ. അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഈ കോൺഗ്രസിൻ്റെ വോട്ട് കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാത്തത് ഈ RJD സഖ്യത്തിൻ്റെ സാധ്യതകളെ ശരിക്കും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് RJDയുടെ ഒരു വോട്ട് ബേസ് എന്ന് പറയുന്നത് മുസ്ലിം യാദവ് കോമ്പിനേഷനാണ്. കാരണം അതിനപ്പുറത്തേക്ക് അവർക്കൊരു സ്വീകാര്യത പലപ്പോഴും ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ BJP JDU സഖ്യത്തിൻ്റെ വോട്ട് ബാങ്കിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ വോട്ട് പിടിക്കാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ്. അപ്പോൾ RJD ഏതാണ്ട് ഒരു സ്റ്റാഗ്നേഷനിലാണ്. കാരണം അവർക്ക് ഏതാണ്ട് ഒരു 28-29% വരുന്ന സംസ്ഥാനത്തെ ജനസംഖ്യയിൽ വരുന്ന ഒരു വിഭാഗത്തിലെ പിന്തുണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു മിനിമം ഗ്യാരണ്ടി ആയിട്ടുള്ള സീറ്റുകൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ 2020 തെരഞ്ഞെടുപ്പിൽ 144 സീറ്റിൽ മത്സരിച്ചു. 75 സീറ്റിൽ വിജയിക്കാൻ RJDക്ക് സാധിച്ചു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ എലൈസിൻ്റെ സപ്പോർട്ട്, ഇപ്പോൾ ലെഫ്റ്റ് പാർട്ടീസ് ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇത്തരം വീക്കായുള്ള എലൈസിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു വിസ്മയാവഹമായുള്ള പ്രകടനവും ബീഹാറിൽ പുറത്തെടുക്കാൻ തേജസ്വി യാദവിന് സാധിക്കില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അതുകൂടാതെ തന്നെ കോൺഗ്രസ് ഇപ്പോൾ മൊത്തം പ്രശ്നമാണ്. കോൺഗ്രസിൽ അറിയാലോ, കോൺഗ്രസിൻ്റെ DCC അധ്യക്ഷനെ കയ്യേറ്റം ചെയ്യാനും അടിച്ചോടിക്കാനൊക്കെ പ്രവർത്തകർ ശ്രമിച്ചു. പട്ന വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സീറ്റ് വിഭജനത്തിൽ ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അതുമാത്രമല്ല 5 കോടിക്ക് ബിക്രം എന്ന് പറയുന്ന ഒരു സീറ്റ് വിറ്റു എന്നുള്ള ആരോപണം നിൽക്കുന്നു. ഡൽഹിയിലും പ്രതിഷേധമുണ്ടായിരുന്നു. ശരിക്കും കോൺഗ്രസ് ഒരു മെസ് ആയിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ് ബീഹാറിലുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധിയെ ചുറ്റിപ്പറ്റി വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അതായത് വോട്ട് അധികാർ യാത്ര നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വലിയൊരു ചേഞ്ച് ബീഹാറിൽ ഉണ്ടാകാൻ പോകുന്നു. കാരണം വോട്ട് അധികാർ യാത്ര വലിയൊരു വിഷയമായിട്ട് മാറാൻ പോകുന്നു എന്നുള്ളത്. പക്ഷേ ബീഹാറിൽ ഇതൊരു വലിയ വിഷയമേ അല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം അവിടുത്തെ ഒരു മെയിൻ പൊളിറ്റിക്കൽ അജണ്ട അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആയിട്ട് ഈ വോട്ട് അധികാര യാത്ര മാറിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ബീഹാറിനെ സംബന്ധിച്ച് ഇതൊന്നൊരു വലിയ വിഷയമായ കാര്യമല്ല. ഇപ്പോൾ RJD ഒക്കെ ഭരിക്കുന്ന കാലത്ത് ജംഗിൾ രാജാണ് അവിടെ ഉണ്ടായിരുന്നത്. കാരണം ബൂത്താണ് പിടിച്ചിരുന്നത്. ഒരു ബൂത്ത് ഒന്നാകെ പിടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇത്തരം വ്യാജ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് കോടതിയിൽ പോലും പോകാൻ പറ്റാതെ വെറുതെ കുറേ കാര്യങ്ങൾ പറയുന്നു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നു. എന്നാൽ അത് ആധികാരികമായി തെളിയിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ബീഹാറിൽ ഒരു ഇഷ്യൂ ആയിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ കുറച്ച് നേരത്തെ തന്നെ പ്രവർത്തനമൊക്കെ സജീവമാക്കിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് കുറച്ചുകൂടി നില മെച്ചപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ നിർണായക സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോയി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഫൈനലൈസ് ചെയ്യേണ്ട ഒരു മെയിൻ റോള് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് സീറ്റ് ഷെയറിങ്ങിൽ ഉൾപ്പെടെ വലിയൊരു ചേഞ്ച് കോൺഗ്രസിനും ഈ സഖ്യത്തിനും മഹാസഖ്യത്തിനും ഉണ്ടാക്കാൻ സാധിക്കുകയായിരുന്നു. അപ്പം ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ പരാജയങ്ങൾ ഇങ്ങനെ വീണ്ടും തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീഹാറിൽ റിസൾട്ട് വരുമ്പോഴും അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനുള്ളൊരു സാധ്യത പൊതുവെ കാണുന്നില്ല. ഒരുവിധം വന്ന അഭിപ്രായ സർവേകളിലെല്ലാം കൃത്യമായുള്ള എഡ്ജ് NDAക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം NDAയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു വോട്ട് ബേസാണ്. കാരണം BJPയുടെ ട്രഡീഷണൽ വോട്ട് ബാങ്കായുള്ള ഠാക്കൂർ, ഭൂമിഹാർ, ബ്രാഹ്മിൻ,
ബനിയ, പിന്നെ കുറച്ച് OBC വോട്ടുകൾ, SC വോട്ടുകൾ. നിതീഷിൻ്റെ ആണെങ്കിൽ യാദവരല്ലാത്ത OBC വിഭാഗക്കാർ, നിതീഷിൻ്റെ കമ്മ്യൂണിറ്റിയായ കുർമി, പിന്നെ അതുകൂടാതെ ലോധ്, കുശ്വാഹ, അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ്, പിന്നെ ദളിതന്മാർക്കിടയിലെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ നിതീഷിനെ പിന്തുണയ്ക്കുന്നവരാണ്. അതിനൊപ്പമാണ് മറ്റൊരു പ്രമുഖ ദളിത് പാർട്ടിയായ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും കൂടെ വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും BJPയുടെ ആ ഒരു BJP-JDU സഖ്യത്തിൻ്റെ ഒരു കൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്, ബ്രോഡാണ്. പിന്നെ യുവാക്കളുടെ വോട്ട് ഇത്തവണ നല്ലൊരു ശതമാനം ജൻസുരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തേജസ്വി ഒരു യുവ നേതാവായതുകൊണ്ട് തന്നെ യുവാക്കളുടെ ഒരു വോട്ട് നല്ലൊരു ശതമാനം തേജസ്വി യാദവിന് ലഭിച്ചിരുന്നു, അതായത് RJDക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അത് ഇത്തവണ സ്പ്ലിറ്റ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ എക്സ്ട്രീംലി പോപ്പുലർ ആയിട്ടുള്ള ഒരു ലീഡറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പം മോദിയുടെ ആ ഒരു കരിസ്മ സ്വാഭാവികമായിട്ടും യുവാക്കൾക്കിടയിൽ ഉണ്ടാവും, ജെൻസി വിഭാഗക്കാർക്കിടയിൽ ഉണ്ടാകും. ബീഹാറിലെ പാവപ്പെട്ട വനിതകളെ ശാക്തീകരിക്കുക, അതായത് സാമ്പത്തികമായിട്ട് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാൻ BJP-JDU സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഭംഗിയായിട്ട് നടപ്പാക്കി അതിൻ്റെ റിസൾട്ട് അവരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വെറും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അത് പ്രാവർത്തികമാക്കുന്നു എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ആ ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീമിൻ്റെ ഇമ്പാക്റ്റ് വരെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് NDA സഖ്യത്തിന് നൽകുന്ന ഒരു ആധിപത്യം അല്ലെങ്കിൽ ഒരു അപ്പർ ഹാൻഡ്. കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ എപ്പോഴും ഒരു വലിയ ഹൈപ്പ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ നൽകാറുണ്ട്. ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ ഹൈപ്പ് ഉണ്ടാകും. രാഹുലിനെ ചുറ്റിപ്പറ്റി രാഹുൽ തരംഗം ആഞ്ഞടിക്കുന്നു, രാഹുലിൻ്റെ ആ ഒരു കരിസ്മയിൽ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് വരും അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ള ഒരുപാട് പ്രഡിക്ഷൻസൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ബീഹാറിലും മുമ്പത്തെ പോലെ തന്നെ ഈ പ്രഡിക്ഷൻസ് എല്ലാം വെറുതെ ആകുമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് വലിയ സ്വാധീനമൊന്നും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് ബീഹാർ. അത് തർക്കമില്ലാത്തൊരു വസ്തുതയാണ്. പിന്നെ ഈ വോട്ടധികാര യാത്രയിൽ കണ്ട ആളുകളൊക്കെ RJDയുടെ വോട്ട് ബേസാണ്. അതായത് RJDയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ വോട്ടധികാര യാത്രയൊക്കെ ഒരു വമ്പൻ പരാജയമായിട്ട് ബീഹാറിൽ മാറുമായിരുന്നു. കാരണം സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം കോൺഗ്രസ്സിന് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് ഇപ്പോഴും ആ ഒരു പഴയ മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. കാരണം പണ്ട് ബീഹാറൊക്കെ ഒറ്റയ്ക്ക് ഭരിച്ച പാർട്ടിയാണ് ഞങ്ങൾ ഇപ്പോഴും എന്നാണ് അവർ ചിന്തിക്കുന്നത്. കുറച്ച് സീറ്റൊക്കെ വാങ്ങി RJDയുമായിട്ടൊരു ഒത്തുതീർപ്പൊക്കെ നടത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്പം സീറ്റുകളൊക്കെ ജയിക്കാനുള്ളൊരു സാധ്യത കോൺഗ്രസ്സിന് കാണുമായിരുന്നു. അല്ലാതെ ഇത് വെറുതെ ഇങ്ങനെ ഞങ്ങൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ ആ മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെയൊക്കെ പിടിവാശി തന്നെയാണ് ഈ ഒരു നിലയിൽ ഇപ്പോൾ ബീഹാറിലെ സീറ്റ് വിഭജനമൊക്കെ ഈ ലെവലിൽ എത്തിച്ചത്. അപ്പം എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, ആ കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ അധികം വൈകാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കാം.